പി.വി. അൻവർ അങ്ങനെ യു.ഡി.എഫിൻ്റെ അസോസിയേറ്റ് അംഗമായിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലം മുതൽ തുടങ്ങിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വിജയകരമായ ഒരു പരിസമാപ്തി പി.വി. അൻവറിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി.വി. അൻവർ എവിടെ നിന്ന് മത്സരിക്കുമെന്നാണ് പലരും ചോദിക്കുന്നത്. അതിൽ തന്നെ 3 മണ്ഡലങ്ങളുടെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് ബേപ്പൂർ, മറ്റൊന്ന് തവനൂർ, മറ്റൊന്ന് പട്ടാമ്പി. ഇതിൽ 3 ഇടങ്ങളിൽ നിന്നും പി.വി. അൻവറിനെ തങ്ങൾക്ക് വേണമെന്ന ആവശ്യവുമായി ലീഗ് അണികളും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം തന്നെ അതാത് മണ്ഡലങ്ങളിൽ സജീവമായി കഴിഞ്ഞു. എന്നാൽ പി.വി. അൻവറിനെ സംബന്ധിച്ച് വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമുള്ള ഇടമെന്ന് പറയുന്നത് ബേപ്പൂരാണ്. യു.ഡി.എഫും പി.വി. അൻവറിനായി കണ്ട നിയോജക മണ്ഡലവും ബേപ്പൂർ തന്നെയാണ്. സാധാരണയായി യു.ഡി.എഫ് വലിയ തോതിൽ പരാജയപ്പെട്ടു വരുന്ന ഒരു നിയോജക മണ്ഡലമാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യു.ഡി.എഫ് നേതൃത്വം മുൻകാലങ്ങളിൽ ഈ ബേപ്പൂർ മണ്ഡലങ്ങളിൽ പരിഗണിക്കാറുള്ളത് യുവ നേതാക്കളെയോ അല്ലെങ്കിൽ വളർന്നു വരുന്ന നേതാക്കളെയോ ഒക്കെയാണ്. കഴിഞ്ഞ തവണ ബേപ്പൂരിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെതിരെ മത്സരിച്ചത് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് പി.എം. നിയാസാണ്. പി.എം. നിയാസിനെതിരെ മിന്നും വിജയമാണ് പി.എ. മുഹമ്മദ് റിയാസിന് നേടാൻ കഴിഞ്ഞത്. അതിനുശേഷം പി.എ. മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി.വി. അൻവർ ഇടതുപാളയത്തിലായിരുന്നു. പി.വി. അൻവർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ അടുത്ത വിശ്വസ്തന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു. ആ പി.വി. അൻവറിനെ പിണറായിയുമായി തെറ്റിച്ചത് പി.എ. മുഹമ്മദ് റിയാസ് ആണെന്നാണ് പി.വി. അൻവറിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്ന ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ പി.വി. അൻവറിന് വ്യക്തിപരമായി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനോട് വലിയ വൈരാഗ്യമുണ്ട് എന്നും ഇവർ സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ വന്ന് പി.എ. മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുക, ഒന്നുകിൽ ശക്തമായ പോരാട്ടം നടത്തി പി.എ. മുഹമ്മദ് റിയാസിനെ ആ മണ്ഡലത്തിൽ മാത്രമായി ഒതുക്കുക, അല്ലെങ്കിൽ അട്ടിമറി വിജയം നേടി താരമായി വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരിക. ഇതാണ് പി.വി. അൻവർ ലക്ഷ്യമിടുന്നത്. പി.വി. അൻവർ ബേപ്പൂരിൽ മത്സരിക്കാൻ പദ്ധതിയിടുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. നിലവിലെ മന്ത്രിസഭയിൽ ഏറ്റവും തിളക്കമുള്ള മന്ത്രിമാരിൽ ഒരാളാണ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് എന്നുള്ളത്. മാത്രമല്ല അദ്ദേഹം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. അങ്ങനെ നോക്കിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും താരപ്രചാരകനായി പോയി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാവുക എന്നതുകൂടി അദ്ദേഹത്തിന്റെ ഒരു നിയോഗമായി വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതുകൂടി പി.വി. അൻവറിന്റെ മനസ്സിലുള്ള ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് ബേപ്പൂർ എന്ന നിയോജക മണ്ഡലം പി.വി. അൻവർ തനിക്ക് മത്സരിക്കാനുള്ള ഇടമായി മനസ്സിൽ കാണുന്നത്. ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല, ശക്തമായി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന മണ്ഡലമായിരിക്കണം തനിക്ക് തരേണ്ടത് എന്ന ആവശ്യമാണ് യു.ഡി.എഫ് നേതൃത്വം മുൻപാകെ പി.വി. അൻവർ വെച്ചിട്ടുള്ളത്. യു.ഡി.എഫിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചുമെല്ലാം തന്നെ പി.വി. അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നതിനോട് ഒരു എതിർപ്പുമില്ല. മാത്രമല്ല നേരത്തെ കോൺഗ്രസ് പാർട്ടിയിൽ പി.വി. അൻവർ ഉണ്ടായിരുന്ന കാലത്ത് പി.വി. അൻവറിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന കോഴിക്കോട് DCC അധ്യക്ഷൻ കെ. പ്രവീൺ കുമാറും കെ.പി.സി.സി ജനറൽ സെക്രട്ടറി കെ. ജയന്തും പോലുള്ള ആളുകൾക്ക് പി.വി. അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നതിനോട് വലിയ താല്പര്യമുണ്ട് താനും. അങ്ങനെ വന്നാൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ യു.ഡി.എഫിന് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ഒരുപക്ഷെ യു.ഡി.എഫിന് വിജയ സാധ്യത ഉണ്ട് എന്നുപോലുമാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. അപ്പോഴും ചില കാര്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ 10 നിയോജക മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് നേതൃത്വം വലിയ മേൽക്കൈ നേടി. ഒരു നിയമസഭാ സീറ്റ് പോലും കോൺഗ്രസിനില്ലാത്ത കോഴിക്കോടാണ് ഈ മികച്ച പ്രകടനം അവർ കാഴ്ചവെച്ചത്. എന്നാൽ 3 നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോഴും LDFന് തന്നെയാണ് മേൽക്കൈയുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയോജക മണ്ഡലം ബേപ്പൂരാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബേപ്പൂരിലെ ഇടതുകാറ്റ് എങ്ങോട്ടും മാറി വീശിയിട്ടില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. അപ്പോഴും LDFന്റെ മേൽക്കൈ എന്നുള്ളത് 2000 വോട്ടായി കുറയ്ക്കാൻ യു.ഡി.എഫിന് സാധിച്ചിട്ടുണ്ട്. പി.വി. അൻവറിന്റെ കടന്നുവരവോടുകൂടി ഈ 2000വും മറികടന്ന് അവിടെ വിജയക്കോടി പാറിക്കാൻ കഴിയുമെന്നുള്ളതാണ് യു.ഡി.എഫ് നേതൃത്വം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. പക്ഷേ മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് പി.എ. മുഹമ്മദ് റിയാസ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയായി നമ്മുടെ മുൻപിൽ നിലനിൽക്കുകയാണ്. ടൂറിസം രംഗത്തും ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിലും തന്നെ മികച്ച ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പി.എ. മുഹമ്മദ് റിയാസിന് ബേപ്പൂരിൽ ഒരു ജനസമിതിയുമുണ്ട്. ആ ജനസമ്മതിയും ഒപ്പം തന്നെ പി.എ. മുഹമ്മദ് റിയാസിന്റെ മികച്ച പ്രവർത്തനവും മറികടന്ന് പി.വി. അൻവർ പറയുന്ന രാഷ്ട്രീയത്തിന് ബേപ്പൂരിൽ വേരുറപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണ് എന്നാണ് അൻവറിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്ന ഒരു ഘടകം. അതിന് ഉദാഹരണമായി അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്.
ഒന്ന്, ദേശീയപാത നിർമ്മാണത്തിനിടെ പലയിടത്തും ഉണ്ടായിട്ടുള്ള തകർച്ചകളും വിള്ളലുകളും അവർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന്, പഴയ ഫറോക്ക് പാലത്തിനടിയിലെ വിള്ളൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ കാര്യമാണ് എന്ന് പറയുന്നു. ഫറോക്ക് പാലം ദീപാലങ്കാരവുമായി ബന്ധപ്പെട്ടും മറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ടും ചില ഇടപെടലുകൾ നടന്നു എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. പക്ഷേ അത് ആരോപണത്തിന് പുറത്തേക്ക് വസ്തുതകളായി പുറത്തു കൊണ്ടുവരാനുള്ള മറ്റെന്തെങ്കിലും തെളിവുകൾ ഇവരുടെ പക്കലുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ PA മുഹമ്മദ് റിയാസും PV അൻവറും തമ്മിലാണ് പോരാട്ടമുണ്ടാകുന്നതെങ്കിൽ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വാർത്താ ശ്രദ്ധാകേന്ദ്രമായി ഈ നിയോജക മണ്ഡലം മാറും എന്നുള്ള കാര്യം. മറ്റൊരു കാര്യം കൂടി നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വീണ്ടും വിജയിക്കുകയും LDF വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്താൽ അദ്ദേഹം മന്ത്രിയായി തന്നെ തുടരും. അതേസമയം തന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ അട്ടിമറിച്ച് PV അൻവർ വിജയിക്കുകയും UDF സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്താൽ PV അൻവർ മന്ത്രിയാകുമെന്നുള്ളതും ഉറപ്പാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുകയും ആ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യുന്ന പക്ഷം ബേപ്പൂരിന് മന്ത്രി എന്നുള്ളത് അടുത്ത തവണയും ഉറപ്പാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും PV അൻവർ ബേപ്പൂരിൽ നിന്ന് തന്നെ ജനവിധി തേടും എന്നുള്ളതിനാണ് സാധ്യതകൾ ഏറെയുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നമുക്കും കാത്തിരിക്കാം.